വളരെ എളുപ്പത്തിൽ നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ വേവിക്കുന്ന കുക്കറിനകത്താണ്. തൊലി കളയാതെയാണ് ഞാൻ ബീറ്റ്റൂട്ട് കഴുകി ഇടുന്നത്. നമ്മുടെ ആവശ്യത്തിനെടുത്ത് നമുക്ക് കഴുകി റെഡിയാക്കി തൊലി കളയാതെ ഇടുക. 2 വിസിൽ മാത്രം അടിച്ചാൽ മതി. അതിനകത്ത് വേവിക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് 2 വിസിൽ പോകുമ്പോൾ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മളത് ആറിയ ശേഷം നമുക്കത് അതിൻ്റെ തൊലി കളയാം. തൊലിയൊക്കെ പെട്ടെന്ന് പോകും വെന്തതായതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ അതൊന്ന് കഴുകി എടുത്തിട്ട് ചെറിയ പീസാക്കി മിക്സിയിൽ അടിക്കുന്ന ജാറിനകത്തിടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരയ്ക്കുക. നല്ല വെണ്ണ പോലെ ഇത് അരച്ച് കിട്ടും. ഇതുപോലെ തരിയൊന്നും ഇല്ലാതെ ഇത് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഒരു സവോള, 2 പച്ചമുളക്, അല്പം കറിവേപ്പില. പിന്നെ ഇതിന് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിയുള്ള കട്ട തൈര് നമുക്ക് വളരെ ആവശ്യമാണ്. പിന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചുമന്ന മുളകില്ലേ, പത്തരമുളക് ഉണ്ടെങ്കിൽ അത് 2-3 ഇട്ട് പൊട്ടിക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ അതില്ല, തീർന്നു പോയി. എന്നിട്ട് നമുക്ക് നമ്മുടെ സവോള, പച്ചമുളക്, ഒരു സവോള മാത്രം മതി, പച്ചമുളക് 2 നിങ്ങളുടെ അരിവിന് ആവശ്യത്തിന്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, ഞാൻ പത്തരമുളക് ഇല്ലാത്തത് കൊണ്ടാണ് അതൊരിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് ഒഴിക്കുകയാണ്, അരച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക എല്ലാം കൂടെ. എന്നിട്ട് ഞാൻ ആ ജാറില്ലേ അതുകൂടെ ജസ്റ്റ് ശകലം വെള്ളം ഒഴിച്ച് അതുകൂടെ ഒന്ന് കഴുകി ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. കാരണം ഇത് ഓൾറെഡി മൊത്തം വെന്തതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കട്ട തൈരില്ലേ അത് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഭയങ്കര നല്ല പുളിയുള്ളതാണെങ്കിൽ നല്ല ഇതായിരിക്കും. അത്ര ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ബാലൻസ് ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് ഏറ്റവും വേണ്ടത് നമ്മുടെ വിനാഗിരിയാണ്. അത് 2 ടീസ്പൂൺ ഒഴിക്കാവുന്നതാണ്. കള്ള് വിനാഗിരി ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വയറ് നിറയെ ചോറുണ്ണതായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ.